ഹായ്, ഐ എം നിഖിലേഷ് നടുവണ്ണൂർ. SSLC സ്റ്റുഡൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഓറിയന്റഡ് ക്ലാസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ആൽമരത്തിലെ സാഹസികത. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ, ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും പരിസരവും were ആയിരുന്നു ഗ്രാൻഡ്ഫാദേഴ്സ് ഡൊമൈൻ, ഗ്രാൻഡ്ഫാദറിന്റെ മുത്തച്ഛന്റെ ഡൊമൈനിൽ ആയിരുന്നു, ആധിപത്യത്തിൽ ആയിരുന്നു. ദോ എങ്കിലും, എന്നിരുന്നാലും. ദോ എന്ന വാക്ക് വെച്ച് ഒരു വാചകം തുടങ്ങുകയാണെങ്കിൽ എങ്കിലും എന്നിരുന്നാലും എന്നാണ് അർത്ഥം. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വർ ഗ്രാൻഡ്ഫാദേഴ്സ് ഡൊമൈൻ, ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും പരിസരവും മുത്തച്ഛന്റെ ആധിപത്യത്തിൽ ആയിരുന്നു എങ്കിലും, ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി, അവിടെ ഒരു മാഗ്നിഫിഷ്യന്റ് വളരെ വലിയ, ഓൾഡ് പഴയ ഒരു ബനിയൻ ട്രീ, ഒരു ആൽമരം ഉണ്ട്, വളരെ പഴക്കം ചെന്ന, മാഗ്നിഫിഷ്യന്റ് വെരി ഹ്യൂജ്, വളരെ വലിയ ഒരു ആൽമരം ഉണ്ട്. ദാറ്റ് വാസ് മൈൻ, ആ ആൽമരം എന്റേതായിരുന്നു. നരേറ്റർ വിചാരിക്കുകയാണ് ആ വലിയ ആൽമരം മാത്രം, അതിന്റെ ആധിപത്യം മാത്രം എന്റേതായിരുന്നു. ബിക്കോസ്, കാരണം, ഗ്രാൻഡ്ഫാദർ അറ്റ് ദി ഏജ് ഓഫ് 65, ഗ്രാൻഡ്ഫാദറിന്, മുത്തച്ഛന് ഇപ്പം 65 വയസ്സായി. ഈ 65കാരനായ മുത്തച്ഛന് കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, ഇനി എന്താ ചെയ്യാൻ കഴിയില്ല, ആ മരം, ആൽമരം നോ ലോങ്ങർ ക്ലൈംബ് ചെയ്യാൻ കഴിയില്ല. ക്ലൈംബ്, മരം കയറുക. 65കാരനായ മുത്തച്ഛന് ഇനി ഈ മരം കയറാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മരത്തിന്റെ മാത്രം ആധിപത്യം തനിക്കാണ് എന്ന് നരേറ്റർ വിചാരിക്കുന്നു. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്, ഗ്രാൻഡ് മദർ ഇതിനെപ്പറ്റി പറഞ്ഞ് ഗ്രാൻഡ്ഫാദറിനെ ടീസ് ചെയ്യാറുണ്ട്. ടീസ്, കളിയാക്കുക. യൂസ്ഡ് ടു ടീസ്, കളിയാക്കാറുണ്ടായിരുന്നു. മുത്തശ്ശി മുത്തച്ഛനെ ഇതിനെപ്പറ്റി പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, അതേപോലെ മുത്തശ്ശി വുഡ് സ്പീക്ക് ഓഫ്, പറയാറുണ്ടായിരുന്നു, സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഡെസ്മണ്ടിലെ പ്രഭുയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ആൻ ഇംഗ്ലീഷ് വുമൻ, അവര് കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് വാസ് ആൻ ഇംഗ്ലീഷ് വുമൻ, അവര് ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഹു ലിവ്ഡ് ടു ദി ഏജ് ഓഫ് 117, അവര് 117 വർഷക്കാലം ജീവിച്ചിരുന്നു. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ, അവര് കുറച്ചുകൂടെ കാലം ജീവിച്ചിരുന്നേനെ. വുഡ് ഹാവ് ലിവ്ഡ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമായിരുന്നു. ലോങ്ങർ, കുറെ കൂടി കാലം ജീവിച്ചിരിക്കുമായിരുന്നു. ഇഫ് ഷി ഹാഡിന്റ് ഫോളൻ, അവർ വീണിട്ടില്ലായിരുന്നു എങ്കിൽ, ഫോൾ വീഴുക. ഇഫ് ഷി ഹാഡ് നോട്ട് ഫോളൻ, അവർ വീണിട്ടില്ലായിരുന്നു എങ്കിൽ. വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ, എപ്പോ, വൈൽ ക്ലൈംബിംഗ്, കയറുമ്പോൾ, ക്ലൈംബ് ചെയ്യുമ്പം, ആൻ ആപ്പിൾ ട്രീ, ഒരു ആപ്പിൾ മരം കയറുന്നതിനിടയിൽ വീണിട്ടില്ലായിരുന്നു എങ്കിൽ, കുറച്ചുകൂടി കാലം ജീവിച്ചിരിക്കുമായിരുന്ന, 117 വയസ്സ് ഉണ്ടായിരുന്ന കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശി മുത്തച്ഛനെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ, ആ ബനിയൻ ട്രീയുടെ, ആൽമരത്തിന്റെ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ്, ആൽമരത്തിന് ചുറ്റും സ്പ്രെഡ് ചെയ്ത് വ്യാപിച്ചു കിടക്കുന്ന അതിന്റെ ശാഖകൾ എന്ത് ചെയ്തിരിക്കുന്നു, കർവ്ഡ്, കർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളയുക. കർവ്ഡ് ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക്, നിലത്തേക്ക് വളഞ്ഞു. ആൻഡ് ടുക്ക് റൂട്ട് അഗൈൻ, അങ്ങനെ നിലത്തേക്ക് വളഞ്ഞ് വളർന്ന് നിലം തൊട്ടിട്ട്, ടുക്ക് റൂട്ട് അഗൈൻ, വീണ്ടും വേര് മുളച്ചു. അങ്ങനെയുള്ള ഒരുപാട് ശാഖകൾ താഴോട്ട് വളർന്ന് വേര് മുളച്ച അവസ്ഥയിൽ ചുറ്റും കാണാം. ഫോമിംഗ് എ മെയ്സ് ഓഫ് ആർച്ചസ്, അങ്ങനെ ഈ താഴോട്ട് വളർന്ന് വേര് മുളച്ച
ശാഖകൾ ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. ഫോം രൂപം ചെയ്യുന്നു, രൂപം കൊള്ളുന്നു. എ മെയ്സ് ഓഫ് ആർച്ചസ്. മെയ്സ് മീൻസ് കെട്ടുപിണഞ്ഞു കിടക്കുന്ന, കൂടിപ്പിണഞ്ഞു കിടക്കുന്ന എന്നൊക്കെ അർത്ഥം. കൂടിപ്പിണഞ്ഞ് കിടക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആർച്ചസ്, ഒരുപാട് കമാനങ്ങൾ പോലെയുള്ള ആകൃതിയിൽ ഇതിന്റെ ശാഖകൾ താഴോട്ട് വളർന്ന് വേരുമുളച്ച് കിടന്നു. ദാറ്റ് ഗേവ് മീ എൻലെസ് പ്ലഷർ. ആ കാഴ്ച എനിക്ക് എൻലെസ് പ്ലഷർ, വളരെയധികം സന്തോഷം തന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ആ മരം വീടിനേക്കാളും ഓൾഡർ ആയിരുന്നു. ആ വീടിനേക്കാളും പഴക്കമുള്ളതായിരുന്നു ആ മരം, ആൽമരം. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. മുത്തച്ഛനേക്കാളും പഴക്കമുണ്ട് ആൽമരത്തിന്. ആസ് ഓൾഡ് ആസ്. അത്രത്തോളം പഴക്കമുണ്ട്. എത്രത്തോളം? ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ദഹ്റ. ദഹ്റ പട്ടണത്തിനോളം പഴക്കം ഉണ്ട്. നെസ്ലിംഗ്. സ്ഥിതി ചെയ്യുന്ന. ഇൻ എ വാലി. ഈ പട്ടണം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഒരു വാലിയിലാണ്, ഒരു താഴ്വരയിലാണ്. അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയാസ്. ഹിമാലയൻ പർവ്വത നിരകളുടെ ഫുട്ട്, താഴെ ഉള്ള വാലി, താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ദഹ്റ പട്ടണത്തോളം പഴക്കമുണ്ടായിരുന്നു ഈ ആൽമരത്തിന്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. ആ ആൽമരത്തിലെ എന്റെ ആദ്യത്തെ ഫ്രണ്ടും ആദ്യത്തെ ഫെമിലിയർ, പരിചയക്കാരനും ഒക്കെ എ സ്മോൾ, ഒരു ചെറിയ ഗ്രേ സ്ക്വയറൽ, ചാര നിറത്തിലുള്ള ഒരു സ്ക്യൂറൽ ആയിരുന്നു, ഒരു അണ്ണാനായിരുന്നു എന്റെ ആദ്യത്തെ പരിചയക്കാരൻ. ആർച്ചിങ് ഹിസ് ബാക്ക്. ഈ അണ്ണാൻ ആർച്ചിങ് ഹിസ് ബാക്ക്, അതിന്റെ ശരീരം ആർച്ച് പോലെ, റാ പോലെ വളച്ചു വെച്ചു. ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദി എയർ. വായുവിൽ സ്നിഫ് ചെയ്തു. സ്നിഫ് ചെയ്യുക, മണം പിടിക്കുകയൊക്കെ ചെയ്തു. ഹി സീംഡ് അറ്റ് ഫസ്റ്റ്. അങ്ങനെ പെരുമാറുന്ന അവനെ കാണുമ്പം അറ്റ് ഫസ്റ്റ് ഹി സീംഡ്, ആദ്യം അവനെ സീംഡ്, ഇങ്ങനെ തോന്നി. സീം തോന്നുക, സീംഡ് തോന്നി. എന്താ തോന്നിയത്? ടു റിസെന്റ്. അവന് റിസെന്റ് ഉണ്ട് എന്ന് തോന്നി. റിസെന്റ് ഇഷ്ടക്കേട്, വെറുപ്പ്. അവന് ഇഷ്ടക്കേടുണ്ട് എന്ന് തോന്നി. ഇൻ മൈ ഇൻവേഷൻ. എന്തിലാണ് ഇഷ്ടക്കേട്? എന്റെ ഇൻവേഷൻ കടന്നു കയറ്റം, അല്ലെ, അതിക്രമിച്ച് കയറുക, കടന്നു കയറുക. എന്തിനേക്കാണ് ഞാൻ കടന്നു കയറിയത്? ഓഫ് ഹിസ് പ്രൈവസി. ആൽമരത്തിലെ അവന്റെ പ്രൈവസിയിലേക്ക്, ആൽമരത്തിലെ അവന്റെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു കയറി. ആ ഇൻവേഷനിൽ അണ്ണാന് എന്തുണ്ടെന്ന് തോന്നി? ഒരു റിസെന്റ്, ഒരു ഇഷ്ടക്കേട് ഉണ്ട് എന്ന് തോന്നി. പക്ഷേ when he found that, അവന് മനസ്സിലായപ്പോൾ, ഫൗണ്ട് ഇവിടെ മനസ്സിലായി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവന് മനസ്സിലായപ്പോൾ, എന്ത് മനസ്സിലായപ്പോൾ? ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ്. ഞാൻ ആയുധധാരിയല്ല എന്ന് മനസ്സിലായപ്പം. വിത്ത് എ കാറ്റപ്പൽറ്റ്. കാറ്റപ്പൽറ്റ്, തെറ്റാലി, ഓർ എയർഗൺ അല്ലെങ്കിൽ എയർഗൺ, ഇതുപോലെയുള്ള ആയുധങ്ങളൊന്നും എന്റെ കയ്യിൽ ഇല്ല എന്ന് ആ അണ്ണാന് മനസ്സിലായപ്പം ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അവൻ എന്നോട് കുറെ കൂടി സൗഹാർദ്ദപരമായി പെരുമാറാൻ തുടങ്ങി. ആൻഡ് when I started leaving him pieces of cake and biscuit, when I started, ഞാൻ തുടങ്ങിയപ്പം, എന്ത് ചെയ്യാൻ തുടങ്ങിയപ്പം? ലീവിങ് ഹിം, അവന് ലീവ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ. എന്തൊക്കെ ഇട്ട് കൊടുത്തത്? പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. കേക്കിന്റെയും ബിസ്ക്കറ്റിന്റെയും ഒക്കെ കഷ്ണങ്ങൾ, പീസസ്, ഞാൻ ഈ അണ്ണാരക്കണ്ണന് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോ ഹി ഗ്രൂ ബോൾഡർ. അവന് കുറെ കൂടി ബോൾഡ്നെസ് വന്നു, കുറെ കൂടി ബോൾഡറായി, കുറെ കൂടി ധൈര്യം എന്റെ അടുത്ത് അവന് വന്നു. ആൻഡ് ഫൈനലി, അങ്ങനെ അവസാനം, ഹി ബിക്കെയിം ഫെമിലിയർ ഇനഫ്. അവൻ എന്നോട് ഫെമിലിയർ ആയി. ഫെമിലിയർ ഇനഫ്, അത്രത്തോളം ഫെമിലിയർ ആയി. എത്രത്തോളം? ടു ടേക്ക് ഫുഡ്, ഭക്ഷണം എടുത്ത് കഴിക്കുക. ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എന്റെ കയ്യിൽ കയറി ഭക്ഷണം എടുത്ത് കഴിക്കാൻ മാത്രം ഫെമിലിയർ ആയിട്ട് അവൻ അവസാനം മാറി. ബിഫോർ ലോങ്, അധികം കഴിയുന്നതിന് മുമ്പ്, ബിഫോർ ലോങ്, ഹി വാസ് ഡെൽവിംഗ് ഇൻ ടു മൈ പോക്കറ്റ്സ്. അധികം കഴിയുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹി വാസ് ഡെൽവിംഗ് ഇൻ ടു മൈ പോക്കറ്റ്. അവൻ എന്റെ കീശയിൽ ഡെൽവ് ചെയ്യാൻ തുടങ്ങി. ഡെൽ, സെർച്ച്, അന്വേഷിക്കുക, പരതുക.
ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്. അവൻ എന്റെ കീശയിൽ കയറി എന്ത് ചെയ്യാൻ തുടങ്ങി? ഡെൽവ് ചെയ്യാൻ, തിരയാൻ തുടങ്ങി. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്. ഹെൽപ്പ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വയം എടുത്ത് കഴിക്കുക. സ്വയം എടുത്ത് കഴിക്കാനും തുടങ്ങി. ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്, എന്താണോ അവനെ കീശയിൽ കണ്ടത് അതൊക്കെ, കീശയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിച്ച് കണ്ടെത്തി തിന്നാൻ തുടങ്ങി. അത്രത്തോളം സൗഹൃദം, പരിചയം ഉണ്ടായി. ഹി വാസ് വെരി യങ് സ്ക്യൂറൽ. വളരെ യങ് ആയ, വളരെ ചെറിയ ഒരു സ്ക്യൂറൽ ആയിരുന്നു, ഒരു അണ്ണാനായിരുന്നു, അണ്ണാൻ കുഞ്ഞായിരുന്നു അത്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അവന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും, അവന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രോബബ്ലി തോട്ട്, മിക്കവാറും ചിന്തിച്ചിരിക്കും. അവന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും മിക്കവാറും പ്രോബബ്ലി തോട്ട്, ആലോചിച്ചു. എന്താ ആലോചിച്ചിട്ടുണ്ടാവുക? ഹിം ഹെഡ്സ്ട്രോങ്. അവനൊരു ഹെഡ്സ്ട്രോങ് ആണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഹെഡ്സ്ട്രോങ് മീൻസ് താന്തോന്നി എന്നൊക്കെ, ധിക്കാരി എന്നൊക്കെ അർത്ഥം. ആൻഡ് ഫൂളിഷ്. അവൻ ധിക്കാരിയാണ്, ഫൂളിഷ് വിഡ്ഢിയാണ്. ഫോ കാരണം ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. ഈ ലോകത്ത് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യനെ അവൻ, ഈ അണ്ണാരക്കണ്ണൻ വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ ഒരു വിഡ്ഢിയാണ് എന്നും താന്തോന്നിയാണ് എന്നും അവന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും മിക്കവാറും ചിന്തിച്ചിരിക്കാം. ഇൻ ദി സ്പ്രിംഗ്, ഇനി സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ, വസന്തകാലമായി കഴിഞ്ഞാൽ, when the banyan tree was full of small red figs. അപ്പം ബനിയൻ ട്രീ നിറയെ എന്തുണ്ടാവും? ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. നിറയെ സ്മോൾ, ചെറിയ റെഡ്, ചുവന്ന നിറത്തിലുള്ള ഫിഗ് പഴങ്ങൾ നിറയെ ഉണ്ടാവും ഈ ബനിയൻ ട്രീയിൽ, ആൽമരത്തിൽ. ആ സമയത്ത് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ തരത്തിലും ഉള്ള പക്ഷികൾ, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. എന്ത് ചെയ്യും? ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കൂട്ടത്തിനെയാണ് ഫ്ലോക്ക് എന്ന് പറയാം. ഇവിടെ കൂട്ടത്തോടെ ഈ പക്ഷികൾ പറന്നു വരും. ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, ഈ ആൽമരത്തിന്റെ ശാഖകളിലേക്ക് പഴം തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന കിളികളിൽ ദ റെഡ് ബോട്ടം ബുൾബുൾ ഉണ്ടാവും. ദ റെഡ് ബോട്ടം മീൻസ് അടിഭാഗം ചുവന്ന നിറത്തിലുള്ള ബുൾബുൾ കിളികൾ ഉണ്ടാവും. പിന്നെയോ ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. പാസ്റ്റർ കിളികൾ ഉണ്ടാവും. എന്തൊക്കെയാണ് പാസ്റ്റർ കിളികളുടെ പ്രത്യേകത? ചിയർഫുൾ, സന്തോഷവാന്മാരായിരിക്കും, അല്ലെങ്കിൽ ഉന്മേഷവാന്മാരായിരിക്കും. ഗ്രീഡി, ആർത്തിയുള്ളവരായിരിക്കും. ഗോസിപ്പിംഗ്, ഇവിടെ അർത്ഥം കലവില കൂട്ടുന്ന എന്നൊക്കെ അർത്ഥം. അങ്ങനെ കലവില കൂട്ടുന്ന ഉന്മേഷവാന്മാരായ ആർത്തിയുള്ള റോസ് നിറത്തിലുള്ള പാസ്റ്റർ കിളികൾ അവിടെ എത്തും. ആൻഡ് പാരറ്റ്സ്, പിന്നെ തത്തകൾ എത്തും. ക്രോസ്, കാക്കകൾ എത്തും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പക്ഷികൾ ഈ ആൽമരത്തിൽ എത്തും. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ. എന്നിട്ട് അവരെന്ത് ചെയ്യും? സ്ക്വാബിൾ ചെയ്യും. സ്ക്വാബിൾ, കലഹിക്കുക. വിത്ത് ഈച്ച് അതർ, പരസ്പരം കലഹിക്കും. ഓൾ ദ ടൈം, എല്ലാം, മുഴുവൻ സമയവും ഈ പക്ഷികള് ആൽമരത്തിലിരുന്ന് കലഹിക്കുന്ന ശബ്ദം കേൾക്കാം. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ, ഫിഗ് പഴത്തിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ദ ബനിയൻ ട്രീ, ആ ആൽമരമായിരുന്നു ദ നോയ്സസ്റ്റ് പ്ലേസ്, എന്ത്? ഏറ്റവും ശബ്ദമുഖരിതമായ സ്ഥലം. ഓൺ ദ റോഡ്, ആ വഴിയിലെ ഏറ്റവും ശബ്ദമുഖരിതമായ സ്ഥലം ആൽമരമായിരുന്നു. എപ്പോ? ഫിഗ് സീസണിൽ. ഹാഫ് വേ അപ്പ് ദ ട്രീ, മരത്തിന്റെ അല്പം മുകളിലായിട്ട്, ഐ ഹാഡ് ബിൽറ്റ്, ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബിൽഡ്, നിർമ്മിക്കുക, ബിൽഡ്, നിർമ്മിച്ചു. അപ്പൊ മരത്തിന്റെ അല്പം മുകളിലായി ഞാൻ നിർമ്മിച്ചു, ഉണ്ടാക്കി. എന്തുണ്ടാക്കി? എ സ്മോൾ പ്ലാറ്റ്ഫോം, ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഞാൻ അവിടെ ഉണ്ടാക്കി, ഒരു തട്ട് ഉണ്ടാക്കി. ഓൺ വിച്ച്, അതിന്റെ മുകളിൽ, ഐ വുഡ് ഓഫൺ സ്പെൻഡ്, ഞാൻ മിക്കവാറും സ്പെൻഡ് ചെയ്യും, പലപ്പോഴും ഞാൻ അവിടെ സ്പെൻഡ്, ചിലവഴിച്ചിരുന്നു. വുഡ് സ്പെൻഡ്, ചിലവഴിക്കുമായിരുന്നു. ദി ആഫ്റ്റർനൂൺസ്, ഉച്ച കഴിഞ്ഞ സമയങ്ങൾ മിക്കവാറും പലപ്പോഴും ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ, ആ തട്ടിൽ ഇരിക്കുമായിരുന്നു.
വെൻ ഇറ്റ് വാസന്റ് ടു ഹോട്ട്. അപ്പോ അധികം ചൂടില്ലാത്ത സമയത്ത്, അധികം ചൂടില്ലാത്ത ആഫ്റ്റർനൂൺസിൽ ഞാൻ മരത്തിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള തട്ടിൽ ഇരിക്കുമായിരുന്നു. ഐ കുഡ് റീഡ് ദയർ. അവിടെ ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ ഇരുന്ന് വായിക്കാറുണ്ടായിരുന്നു. ഐ കുഡ് റീഡ് ദയർ പ്രോപ്പിംഗ് മൈസെൽഫ്. എങ്ങനെയാ വായിക്കുക? പ്രോപ്പിംഗ് മൈസെൽഫ്. പ്രോപ്പ് മീൻസ് ഇങ്ങനെ ചാരി ഇരിക്കുക. പ്രോപ്പിംഗ് മൈസെൽഫ് എങ്ങോട്ടാ ചാരി ഇരിക്കുക? അഗൻസ്റ്റ് ദ ബോൾ ഓഫ് ദി ട്രീ. മരത്തിന്റെ ബോളിലേക്ക് ചാരിയിരിക്കും. ബോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ തടി, അതിന്റെ മരത്തിന്റെ താഴ്ത്തടിക്കാണ് എന്ത് പറയാ? ബോൾ എന്ന് പറയാം. അങ്ങനെ ആൽമരത്തിന്റെ താഴ്ത്തടിയിൽ ഞാൻ ഇങ്ങനെ ചാരിയിരിക്കും. ചാരിയിരിക്കാൻ വേണ്ടിയിട്ട് വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദി ഡ്രോയിങ് റൂം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വീടിന്റെ ഡ്രോയിങ് റൂമിൽ നിന്നും കുഷൻ വാസ് ടേക്കൺ. അവിടെ നിന്നൊരു കുഷൻ എടുത്തിട്ടുണ്ട്. ആ കുഷൻ എന്ത് ചെയ്യും? ഈ മരത്തിന്റെ താഴ്ത്തടിയിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ചാരിയിരുന്ന് പുസ്തകങ്ങൾ വായിക്കും. ഏതൊക്കെ പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് തുടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസിന്റെയും ലൂയിസ മേ ആൽക്കോട്ടിന്റെയും ഒക്കെ നോവലുകൾ. ഇവയെല്ലാം കൂടെ ചേർന്ന് മേഡ് അപ്പ് മൈ ബാഗ് എ വെരി മിക്സ്ഡ് റീഡിംഗ്. എന്റെ പുസ്തകം മിക്സ്ഡ് റീഡിംഗ് കൊണ്ട് നിറഞ്ഞതായിരുന്നു. അല്ലെങ്കിൽ എന്റെ വായന ഒരു മിക്സ്ഡ് റീഡിംഗ് ആയിരുന്നു, സങ്കര വായന. പല ജോണറിൽപ്പെട്ട പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. when I did not feel like reading, ഇനി എനിക്ക് വായിക്കാൻ തോന്നുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ വായിക്കാൻ തോന്നാത്തപ്പം, I could look down. ഞാൻ എന്ത് ചെയ്യും? I look down. താഴോട്ട് നോക്കും. I look down through the banyan tree, through the banyan leaves. ആൽമരത്തിന്റെ ഇലകളിലൂടെ താഴോട്ട് നോക്കും. At the world below. എന്നിട്ട് എന്ത് കാണും? The world below. ആൽമരത്തിന് താഴെയുള്ള ആ ലോകം ഞാൻ കാണുമായിരുന്നു. അവിടെ ഞാൻ എന്തൊക്കെയാ കാണാം? At grandmother hanging up or taking down the washing. അവിടെ നിന്ന് കാണുന്നത് ഗ്രാൻഡ്മദർ, മുത്തശ്ശി, ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ. ഹാങ് അപ്പ് ആറിയിടുക, ടേക്കിംഗ് ഡൗൺ എടുത്തോണ്ട് പോവുക. ദ വാഷിംഗ്, വാഷിംഗ് അലക്കിയ വസ്ത്രങ്ങൾ. അലക്കിയ വസ്ത്രങ്ങൾ ആറിയിടുന്നതോ അല്ലെങ്കിൽ ആറിയിട്ടിട്ട് അയലിൽ നിന്ന് ടേക്ക് ഡൗൺ അത് എടുത്തു കൊണ്ടുപോകുന്നതോ ആയ മുത്തശ്ശിയെ കാണും. അതിന്റെ മുകളിൽ മുത്തശ്ശിയെ കാണാറുണ്ടായിരുന്നു. അറ്റ് ദ കുക്ക്, അതുപോലെ തന്നെ ആ വീട്ടിലെ കുക്ക്, ക്വാറലിംഗ് വിത്ത് ദ ഫ്രൂട്ട് വെൻഡർ. ഫ്രൂട്ട് വെൻഡറിനോട്, പഴം വിൽപ്പനക്കാരനോട് എന്തൊക്കെയോ പറഞ്ഞ് ക്വാറൽ, കലഹിക്കുന്ന കുക്കിനെ, പാചകക്കാരനെ അവിടെ ഇരുന്ന് കാണും. പിന്നെന്ത് കാണാറുണ്ടായിരുന്നു? ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ്. ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഗ്രംബിൾ ചെയ്യുന്നു. ഗ്രംബിൾ ദേഷ്യം വന്നിട്ട് മുറുമുറുക്കുക, മുരളുക എന്നൊക്കെ ഇവിടെ അർത്ഥം. എന്തിനോടാണ് ഗ്രംബിൾ ചെയ്യുന്നത്? ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്. ഇന്ത്യൻ മാരിഗോൾഡിനോടാണ് ഈ മുറുമുറുക്കുന്നത്. എന്താണ് ഇന്ത്യൻ മാരിഗോൾഡ്? ജമന്തി ചെടി അല്ലെങ്കിൽ ചെട്ടിച്ചെടി, അതിനൊക്കെയാണ് ഇന്ത്യൻ മാരിഗോൾഡ് എന്ന് പറയാം. വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. എന്റെ കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം വളരെ നീറ്റായിട്ട് കൊണ്ടുപോവാണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഗാർഡൻ. ആ ഇംഗ്ലീഷ് ഗാർഡനിൽ ഇങ്ങനെ കാട് പോലെ എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ത്യൻ മാരിഗോൾഡ് ചെട്ടിച്ചെടി ഇങ്ങനെ വളർന്ന് കിടക്കുകയാണ്. അതിന്റെ ദേഷ്യത്തിൽ എന്തൊക്കെയോ മുറുമുറുത്ത് നടക്കുന്ന മുത്തച്ഛനെ ഒക്കെ ഇതിന്റെ മുകളിൽ ഇരുന്ന് കുട്ടി കാണാറുണ്ടായിരുന്നു. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ. സാധാരണ യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റഡ് ആയ ഒന്നും തന്നെ, വളരെ ത്രിൽഡ് ആയ ആവേശകരമായ ഒന്നും തന്നെ ഹാപ്പൻഡ് സംഭവിച്ചില്ല. വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. എപ്പോ സംഭവിച്ചില്ല? വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. ഞാൻ ബനിയൻ ട്രീയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത്, അതിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് എക്സൈറ്റിംഗ് ആയ ഒന്നും തന്നെ സംഭവിച്ചില്ല. ബട്ട് പക്ഷേ ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു പ്രത്യേക ദിവസം ആഫ്റ്റർനൂൺ, ഉച്ച കഴിഞ്ഞ്, ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെന്റ്. എനിക്ക് വല്ലാത്ത എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും, വല്ലാത്ത ആവേശം ഉണ്ടായി. ടു ലാസ്റ്റ് മീ ത്രൂ സമ്മർ സീസൺ. ആ ആവേശം ലാസ്റ്റ് മീ, എങ്ങനത്തെ ആവേശമായിരുന്നു? എന്നിൽ നിലനിന്ന ആവേശം. ത്രൂ സമ്മർ സീസൺ. സമ്മർ സീസൺ, ആ വേനൽക്കാലം മുഴുക്കെ എന്നിൽ നിലനിന്ന ഒരു ആവേശകരമായ കാര്യം ഒരു പ്രത്യേക ദിവസം ആഫ്റ്റർനൂണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ദാറ്റ് വാസ് ദ ടൈം. അപ്പോഴായിരുന്നു, ആ സമയത്തായിരുന്നു, ഐ സോ, ഞാൻ കണ്ടത്, മംഗൂസ് ആൻഡ് കോബ്ര ഫൈറ്റ് ടു ഡെത്ത്. എന്താ കണ്ടത്?
മംഗൂസ് ആൻഡ് എ കോബ്ര, ഒരു കീരിയും കോബ്ര മൂർഖൻ പാമ്പും ഫൈറ്റ് ടു ഡെത്ത്, എന്താണ്, അതിഭീകരമായി പൊരുതുന്നു. ഇൻ ദ ഗാർഡൻ, തോട്ടത്തില്. ആ ഗാർഡനിൽ വെച്ചിട്ട് ഒരു മംഗൂസും കോബ്രയും കീരിയും പാമ്പും തമ്മിലുള്ള ശക്തമായ ഒരു പോരാട്ടം അപ്പോഴാണ് ഞാൻ കണ്ടത്. വൈ, ആ സമയത്ത് ഐ സാറ്റ് ഡയറക്ട്ലി അബവ്, അവർ തമ്മിൽ ഫൈറ്റ് നടക്കുമ്പം ഐ സാറ്റ്, ഞാൻ ഇരുന്നു. എവിടെ ഇരുന്നത്? ഡയറക്ട്ലി അബവ് ദം, നേരെ അവർക്ക് മുകളിൽ. ഇൻ ദ ബനിയൻ ട്രീ, ആൽമരത്തില് യുദ്ധം ചെയ്യുന്ന കീരിന്റെയും പാമ്പിന്റെയും നേരെ മുകളിലായിട്ടാണ് ഞാൻ ഇരുന്നത്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ, അതൊരു ഏപ്രിൽ ആഫ്റ്റർനൂൺ ആയിരുന്നു, ഏപ്രിൽ മാസം ഉച്ച കഴിഞ്ഞായിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ, വാം ബ്രീസ്, ചൂടുള്ള കാറ്റ്, ഓഫ് അപ്രോച്ചിങ് സമ്മർ, അപ്രോച്ച് ചെയ്യുന്ന സമ്മർ, വരാനിരിക്കുന്ന സമ്മറിന്റെ സൂചനയായിട്ടുള്ള ചൂട് കാറ്റ്, ഹാഡ് സെൻഡ്, അയച്ചിട്ടുണ്ടായിരുന്നു, സെൻഡ് അയക്കുക, എവ്രി വൺ, എല്ലാവരെയും അയച്ചു. എങ്ങോട്ടേക്ക് അയച്ചു? ഇൻഡോർസ്, വീടിനകത്തേക്ക് അയച്ചു. ഇൻക്ലൂഡിംഗ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ എല്ലാവരെയും വീടിനകത്തേക്ക് അയച്ചു. എന്തയച്ചു? ഒരു ചൂടുള്ള കാറ്റ്, അതായത് ഒരു ചൂട് കാറ്റടിച്ചു. വീട്ടിലുള്ള എല്ലാവരും, ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ എല്ലാവരും അകത്തേക്ക് പോയി. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ്, ഞാൻ ആ ആൽമരത്തിൽ ഇരുന്ന് ഡ്രൗസി ആയിട്ടിരിക്കുകയായിരുന്നു. ഡ്രൗസി മീൻസ് ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു ആൽമരത്തില്. ആൻഡ് വാസ് വണ്ടറിങ്, എന്നിട്ട് അവിടെ ഇരുന്ന് ഞാനിങ്ങനെ സംശയിച്ചിരിക്കുകയായിരുന്നു. വണ്ടർ ഇവിടെ അത്ഭുതം എന്നല്ല അർത്ഥം, അത്ഭുതപ്പെട്ടിരിക്കുക എന്നല്ല, സംശയിച്ചിരിക്കുക. ഇഫ് ഐ ഷുഡ് ഗോ, എന്ത് ആലോചിച്ചിരിക്കുകയായിരുന്നു? ഇഫ് ഐ ഷുഡ് ഗോ, ഞാൻ പോണോ? ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം, പോണ്ട് കുളം, ബിഹൈൻഡ് ദ ഹൗസ് ആ വീടിന് പിറകിൽ ഉള്ള കുളത്തിൽ, ഫോർ എ സ്വിം ഒന്ന് നീന്തി കുളിക്കാനായിട്ട് പോണോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയായിരുന്നു ആൽമരത്തിൽ. വെൻ, അപ്പോ ഐ സോ, ഞാൻ കണ്ടു. എന്താ കണ്ടത്? എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയ ബ്ലാക്ക് കോബ്രയെ കണ്ടു, കരിമൂർഖനെ കണ്ടു. എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ്, ആ കരിമൂർഖൻ എന്ത് ചെയ്യാണ്? ഗ്ലൈഡിങ്, പാമ്പുകൾ ഇഴഞ്ഞ് വരുന്നതിനെയാണ് ഗ്ലൈഡ് എന്നും സ്ലിതർ എന്നും ഒക്കെ പറയാം. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംപ് ഓഫ് കാക്ടസ്, എവിടെ നിന്നാണ് ഇത് ഇഴഞ്ഞു വരുന്നത്? ക്ലംപ് ഓഫ് കാക്ടസിലൂടെയാണ് ഇഴഞ്ഞു വരുന്നത്. കാക്ടസ്, കള്ളിമുൾച്ചെടി. ക്ലംപ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടം എന്നർത്ഥം. അപ്പം ക്ലംപ് ഓഫ് കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടി കൂട്ടം, കള്ളിമുൾച്ചെടി പടർപ്പ് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഈ കള്ളിമുൾച്ചെടി പടർപ്പിൽ നിന്നും ഈ പാമ്പ് കരിമൂർഖൻ ഇഴഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ, അതെന്തിരിക്കുകയാണ്? കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ, ആ തോട്ടത്തിലെ കൂളർ പാർട്ട് അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കും, തണുത്ത പ്രദേശം അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കും. അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് എ മംഗൂസ്, ഒരു കീരി, ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ, ഈ കീരിയെ പലപ്പോഴും ഞാൻ മുമ്പും ആ തോട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു കീരി emerged, appeared, പ്രത്യക്ഷപ്പെട്ടു, ഫ്രം ദ ബുഷസ്, അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് വെന്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര, എന്നിട്ട് കീരി എന്ത് ചെയ്തു? വെന്റ് സ്ട്രൈറ്റ്, നേരെ പോയി, ഫോർ ദ കോബ്ര, കോബ്രയുടെ അടുത്തേക്ക്, മൂർഖന്റെ അടുത്തേക്ക് കീരി നേരെ പോയി. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, മരത്തിന്റെ ചുവട്ടിലുള്ള ഒരു ക്ലിയറിംഗിൽ വെച്ച്, ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്പേസ്, മരത്തിന്റെ ചുവട്ടിലുള്ള തുറസായ സ്ഥലത്ത് വെച്ച്, ഇൻ ബ്രൈറ്റ് സൺഷൈൻ, സൂര്യന്റെ വെളിച്ചം അല്ലെങ്കിൽ തിളങ്ങുന്ന സൂര്യശോഭയിൽ, ദേ കെയിം ഫേസ് ടു ഫേസ്, അവര് ഫേസ് ടു ഫേസ് വന്നു, അവര് മുഖാമുഖം വന്നു. കോബ്ര ന്യൂ ഓൺലി ടു വെൽ, കോബ്ര ന്യൂ, കോബ്രയ്ക്ക് അറിയാമായിരുന്നു, ടു വെൽ, കോബ്രയ്ക്ക് വളരെ നന്നായി അറിയാമായിരുന്നു, ദാറ്റ് ദ ഗ്രേ മംഗൂസ്, ഈ ഗ്രേ മംഗൂസ്, ചാര നിറത്തിലുള്ള കീരി, ദ ഗ്രേ മംഗൂസ് 3 feet ലോങ്, 3 അടി നീളമുണ്ടായിരുന്നു. അങ്ങനെ 3 അടി നീളമുള്ള
ഈ കീരി വാസ് എ സൂപ്പർ ഫൈറ്റർ, അതിഗംഭീരനായ ഒരു പോരാളിയാണ്. ക്ലവർ, ബുദ്ധിശാലിയാണ്. ആൻഡ് അഗ്രസീവ്, വയലന്റ് ആണ്, ആക്രമണോത്സുകത ഉള്ള ജീവിയാണ് കീരി എന്നൊക്കെ കോബ്രയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ കോബ്ര വാസ് സ്കിൽഫുൾ, കോബ്രയും സ്കിൽഫുൾ ആയിരുന്നു. സ്കിൽഫുൾ മീൻസ് കഴിവുള്ള. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, കഴിവുള്ള, എക്സ്പീരിയൻസ്ഡ്, അനുഭവമുള്ള ഒരു ഫൈറ്റർ ആയിരുന്നു കോബ്രയും. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, ഹി കുഡ് മൂവ്, കോബ്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും, ചലിക്കാൻ പറ്റും. സ്വിഫ്റ്റ്ലി, എങ്ങനെ ചലിക്കാൻ പറ്റും? വളരെ വേഗത്തിൽ ചലിക്കാൻ പറ്റും. ആൻഡ് സ്ട്രൈക്ക്, ആക്രമിക്കാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റും, കൊത്താൻ പറ്റും. വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, എന്തിന്റെ വേഗതയിൽ ആക്രമിക്കാൻ പറ്റും? വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശ വേഗതയിൽ ആക്രമിക്കാൻ പറ്റുന്ന ജീവിയാണ് ആര്? കോബ്ര. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, അതേപോലെ സാക്സ് ഉണ്ട് കോബ്രയ്ക്ക്, സാക്സ് ഉണ്ട്. സാക്സ് ചെറിയ അറകൾ, ചെറിയ സഞ്ചികൾ. എവിടെയാണുള്ളത്? ബിഹൈൻഡ്, പിറകിൽ. ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, അതിന്റെ ലോങ്, നീളമുള്ള, ഷാർപ്പ്, മൂർച്ചയുള്ള, ഫാങ്സ്, പല്ല്, പാമ്പിന്റെ പല്ലിന് ഫാങ്സ് എന്നാണ് പറയുക. നീളമുള്ള, മൂർച്ചയുള്ള പല്ലിന്റെ പിറകിൽ ഉള്ള സാക്സിൽ, അതിന്റെ പിറകിൽ കുറെ സാക്സ് ഉണ്ട്, കുറെ സഞ്ചികളുണ്ട്. അതിനകത്ത് വേർ ഫുൾ ഓഫ്, നിറയെ എന്തായിരുന്നു? ഡെഡ്ലി വെനം, മാരകമായ വിഷം ആയിരുന്നു. അപ്പൊ ഈ പാമ്പിന്റെ സഞ്ചിയിൽ, അതിന്റെ പല്ലിന്, കൂർത്ത പല്ലുകൾക്ക് പിറകിലുള്ള സഞ്ചിയിൽ മാരകമായ വിഷം, വെനം ഉണ്ട്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, അത് വീരന്മാരുടെ ഒരു പോരാട്ടമായിരുന്നു.